ഹായ് ഫ്രണ്ട്സ്, MEG 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ചാൾസ് ട്രെവലിയൻസ് ഐഡിയാസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഈ ഒരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ 1838, Charles Trevelyan wrote an influential work called On the Education of the People of India. He argued that traditional Indian learning should be replaced with a European-based curriculum taught in English. He believed this would benefit the Indian people and help the British consolidate their rule. Trevelyan thought that European knowledge was superior to traditional Indian learning. He wanted to teach Western literature, culture, arts, and science to Indians. He believed that this would help Indians become more like the British and less tied to their traditional ways. TE ട്രെവലിയൻ അതുപോലെ മാക്യുലെ ഇവരൊക്കെ തന്നെ ബ്രിട്ടീഷ് അതോറിറ്റിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ്. 1838 ചാൾസ് ട്രെവലിയൻ അദ്ദേഹം എഴുതിയതാണ് ഓൺ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ട്രെവലിയൻ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇന്ത്യയുടെ കൾച്ചറും അതുപോലെ തന്നെ ഇന്ത്യയിലെ ആൾക്കാരുടെ ആ പെരുമാറ്റ രീതികളും ഒന്നും തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ബോധിച്ചിരുന്നില്ല. കാരണം അവരുടെ കൺട്രി മച്ച് ബെറ്റർ ആയിരുന്നു, കുറച്ചും കൂടി ഫാർ എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ കുറേ എന്താ പറയുക കുറവുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിലൊന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 0 ആയിരുന്നു. അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതൊരു നല്ല ചേഞ്ച് ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യൻ ട്രഡീഷനിൽ നിന്നും പറിച്ചെടുത്ത് ബ്രിട്ടീഷേഴ്സിൻ്റെ രീതിയിൽ ആക്കി മാറ്റാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് ഓൺ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻസിനെ പഠിപ്പിക്കണം. അത് മുഖേന ഇന്ത്യൻസിന് നല്ല ഇറ്റ് വിൽ ബി ലൈക്ക് അവിടെ പ്രോഗ്രസ് ഉണ്ടാകും, നല്ലതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് മൈൻഡിൽ എന്തായിരുന്നു, അവരുടെ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ച് ഡയറക്റ്റായിട്ട് ഇന്ത്യയിലോട്ട് വന്ന് നമ്മളുടെ കൾച്ചറോ നമ്മളുടെ ലാംഗ്വേജോ ഒന്നും തന്നെ പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരു ലാംഗ്വേജ് ഒന്നും അല്ലല്ലോ നമ്മളുടെ ഇന്ത്യയിലുള്ളത്. എന്നുവെച്ചാൽ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ഒരു കൾച്ചറും മൾട്ടി കൾച്ചറും ഒക്കെയുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ഇത് ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാസ്റ്റ് നോളജും കാര്യങ്ങളാണ് ഇന്ത്യയിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരുടെ ലാംഗ്വേജ് നമ്മളെ പഠിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അത് മുഖേന അവർക്ക് നമ്മളെ റൂൾ ചെയ്യാനായിട്ട് അവർക്കിവിടെ അവരുടെ ഒരു അധികാരം ഇവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും എന്ന് ട്രെവലിന് തോന്നി. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഇദ്ദേഹം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുമല്ല എന്നാണ് ഇദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്ത്യയിലെ വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ ലിറ്ററേച്ചർ, വെസ്റ്റേൺ ആർട്സ്, സയൻസ് ഇതൊക്കെ തന്നെ ഇന്ത്യൻസിനെ കൊണ്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതൊക്കെ കൊണ്ടുവരണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ ഇന്ത്യയിലുള്ള കുറേ സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ട്. നമ്മൾ ട്രഡീഷണൽ വേസിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ ക്ലിങ് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായി നമ്മൾ കൂടുതലും ബ്രിട്ടീഷേഴ്സിൻ്റെ പോലെ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ചിന്തിക്കാനും കുറേ അധികം പ്രോഗ്രസ് ഇവിടെ കൊണ്ടുവരാനും സാധിക്കും. Trevelyan was a strong supporter of teaching in English. He thought that English education would offer moral and intellectual advantages to India. He also believed that it would help create a shared culture between the British and Indians, making it easier for the British to rule India. One of Trevelyan's main argument was that a shared library and culture foundation would lead to political assimilation.
He believed that Indians educated in the same way as the British would become more loyal to the British. He cited the example of the Roman Empire, where the dissemination of the conqueror's culture helped secure the loyalty of the provincial subjects. അങ്ങനെ ബ്രിട്ടീഷേഴ്സിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ട്രാവലിയൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇന്ത്യൻസിനോട് കൂറ് കാണിക്കുന്ന രീതിയാണല്ലോ. ഇപ്പോൾ ഗാന്ധിജി ആവട്ടെ, അങ്ങനെ ഒത്തിരി നമ്മളുടെ രാജാ റാം മോഹൻ റോയ്, അങ്ങനെ ധാരാളം ലീഡേഴ്സ് ഉള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യൻസിന് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സ് ഇല്ലാതാക്കാനായിട്ട് അതിനെ എബവ് ആയിട്ട് ഈ ലിറ്റററി അല്ലെങ്കിൽ കൾച്ചറൽ അവരുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ കൾച്ചറൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ നൈസായിട്ട് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്ന് ഒതുങ്ങും എന്നും കൂടി ട്രാവലിയൻ വിചാരിച്ചിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻസിനെ ഇതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അൾട്ടിമേറ്റ്ലി ഇന്ത്യൻസിന് ബ്രിട്ടീഷേഴ്സിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കാനായിട്ട് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസിന് ക്രിയേറ്റ് ചെയ്യണം. ആ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസ് അവർക്ക് വേണ്ടി ബ്രിട്ടീഷേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാനും അതുപോലെ ബ്രിട്ടീഷേഴ്സിനെ അനുസരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു മൈൻഡ് സെറ്റ് കൂടി ട്രാവലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം റോമൻ എംപയറിനെയാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ആ ഒരു പ്രോവിൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സാധാരണക്കാർ അവിടുത്തെ ഈ പറഞ്ഞ റോമൻ എംപയറിനെ വഴങ്ങിയത് അനുസരിച്ച് അവർ പറയുന്ന രീതികൾക്ക് ഓക്കെ അടിച്ചത്, അല്ലെങ്കിൽ അവർ പറയുന്നതിനോട് അനുസരണ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലും പ്രാബല്യമാക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Trevelyan also supported the cultivation of vernacular languages. He believed that a highly educated English-speaking elite would eventually translate and disseminate Western knowledge into local languages, allowing education to reach the masses over time. He advocated for a practical education that would focus on skills and knowledge useful for economic development. Trevelyan's vision was to transform Indian society through a Western education system. He believed that this would be a beneficial elevation of the Indian people. His work helped shape the direction of education in colonial India. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാവലിയൻ ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ മാത്രം സെലക്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ കുറച്ച് വ്യക്തികളെ മാത്രമായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ആദ്യം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളർത്തേണ്ടതും അവരുടെ അത്യാവശ്യമായതുകൊണ്ട് മീൻസ് അവർക്കൊരു നിലനിൽപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യൻ ലാംഗ്വേജസിനും കുറച്ചൊക്കെ പ്രാധാന്യം നൽകിയിരുന്നു. വേറെ വേറെ സ്കൂളുകൾ അവർ എന്താ പറയുക, അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ ബിൽഡ് ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു. അത് മുഖേന ഇന്ത്യൻ നേറ്റീവ് ലാംഗ്വേജസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ട്രാവലിയൻ പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊരു പ്രോഗ്രസ് വരുത്തണം എന്നുള്ളത്. അതിന് ശേഷം ഹോൾ ഇന്ത്യ മുഴുവൻ ഇംഗ്ലീഷ് ഒരു കമ്മ്യൂണിറ്റി ആക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്നല്ല, ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ ക്രിയേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യണം, അവരെ കൊണ്ട് ബ്രിട്ടീഷേഴ്സിന് വേണ്ടി പഠിപ്പിക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. ഓക്കെ, ഇനി MEG10 നെക്സ്റ്റ് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് മീ ബിലോ. ഞാൻ ആ ഒരു വിഷയത്തിന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.